നീ എന്നെ ആലോചിച്ചോണ്ടിരിക്കുക എടുക്കട്ടെ? ഒന്നും വേണ്ട ചേട്ടാ, ഇവിടത്തെ കാര്യം അല്ലേലും അവതാളത്തിലാ. എന്നാണ് ഇതിന് മാത്രം വലിയ പ്രശ്നം? എന്നാ എല്ലാവരും പറ്റാടാ, ഒന്നും പറയണ്ട. ഒരുത്തം പോലും കാശ് തിരിച്ചു തരുന്നില്ല. എല്ലാവരും വലിയ വലിയ കടയിൽ നിന്ന് പോയി മേടിക്കുക. കാശില്ലെങ്കിൽ എല്ലാവരും ഇവിടെ ഒന്ന് പറ്റും മേടിക്കും. കാശുള്ളപ്പോൾ എല്ലാം വേറെ പോയി മേടിക്കും. എനിക്കറിയത്തില്ല, 2 ദിവസം കഴിഞ്ഞാൽ സ്റ്റാഫിന് കാശ് കൊടുക്കണം, റൂമിന്റെ വാടക, ഇലക്ട്രിസിറ്റി ബില്ല്. എന്നായിരുന്നു എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എടാ, നിന്റെ അവസ്ഥ മാത്രമല്ല എന്റെ അവസ്ഥ എന്ന് പറയാതിരിക്കുന്നത്. ഇതുകൊണ്ട് രാവിലെ തൊട്ട് ഞാൻ എടുത്തുകൊണ്ട് നടക്കുന്നത്. ഓരോരുത്തരും പറഞ്ഞ് എടുത്തോണ്ട് പോയിട്ട് വൈകിട്ട് അടിക്ക് വരുമ്പോ തരാൻ പറഞ്ഞ് 5ഉം 10ഉം എടുത്തോണ്ട് പോകും. ഞാനിത് നിർത്തിയാലെന്ന് ആലോചിക്കുന്നത്. എല്ലാവരും ഇപ്പൊ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാം മേടിയില്ല. കടക്കാരൊക്കെ മൂഞ്ചി അടിച്ചിരിക്കുക. പിരിവിനാണ് ഒരു വഞ്ഞവും ഇല്ല. എങ്ങനെ മുന്നോട്ട് പോകുന്നു എനിക്കറിയത്തില്ല. പറയണ്ടേ, എനിക്ക് കാശ് തരാനുള്ളവനാ. വേറെ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം മേടിച്ചോണ്ട് പോകുന്നുണ്ടോ? അവിടെ ചേട്ടാ, നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം മേടിച്ചോ. പക്ഷെ എനിക്ക് തരാനുള്ള കാശ് എപ്പോ തരും? റെഡിക്കാശിന് മേടിക്കാം, അവിടെ നിന്ന് കടം തരാം ഞാനും അല്ലേ. തരാടാ. ഈ എന്റെ പൈസ കിട്ടിയാവണം നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുവോ? ഉണ്ടെ തരുവോ? ഇല്ലാഞ്ഞിട്ടല്ലേ. പഴതുള്ളി പെരുവെള്ളം എന്നാ പൈസ കൊടുത്താൽ നല്ലത്. ഉടനെ തരാവേ. എനിക്ക് ഞാൻ അല്പം ബിസിയാ, ഞാൻ ഒന്ന് പോട്ടെ. പോവാ. ഓക്കെ. കണ്ടോ, ഇതാ അവസ്ഥ. ഒറ്റ ഒരുത്താൻ കാശ് തരത്തില്ല. ഞാൻ ഇറങ്ങുവാ, വൈകിട്ട് കാണാം. ഇത് വേണ്ടല്ലോ, നീ പോയേ. കെട്ടിത്തോന്നിച്ചാകാനൊരു വാൻ പോലും ഇല്ല. തൂങ്ങിച്ചാകാനുള്ള വല്ല പരിപാടിയാണെങ്കിലേ ആത്മഹത്യ ഒന്നിട്ട് പരിഹാരമല്ല. ആരൊക്കെ നിനക്ക് പൈസ തരാനുള്ളെങ്കിൽ നീ ലിസ്റ്റ് എടുക്ക്. ഒറ്റ ആഴ്ചക്കുള്ളിൽ നിന്റെ പൈസ മൊത്തം ഞാൻ മേടിച്ചു തരാടാ. അതെങ്ങനെ മോനെ? നീ അപ്പം തിന്നാ മതി, കുഴി എന്നല്ലേ. നിനക്ക് തരാനുള്ളവന്റെ എല്ലാ ലിസ്റ്റും ഇങ്ങോട്ട് എടുക്കുക. ഇതാണോ? ഇത് ഞാൻ ഒറ്റ ആഴ്ച കൊണ്ട് എല്ലാവരുടെയും കാശ് മേടിച്ചു തന്നേക്കാം. ഇതിന്റെ കാര്യം ഞാൻ ഏറ്റു. മോനെ, ഇതിന്റെ പേരിൽ നീ ചാകാൻ നിൽക്കണ്ട. ഇതിന്റെ കാര്യം ഞാൻ ഏറ്റു. ചേട്ടാ, എങ്ങോട്ട് പോവാ? കോട്ടയം വരെ പോവാ. ഓടെ കല്യാണമൊക്കെ എങ്ങനെ ചേട്ടാ? കല്യാണത്തിന്റെ കാര്യമൊക്കെ റെഡിയാണ്. പക്ഷെ സാമ്പത്തിക പ്രശ്നമല്ല ആയി വരണം. സാമ്പത്തികത്തിനെ കുറിച്ച് ചേട്ടൻ ടെൻഷൻ അടിക്കേണ്ടതേ. അത് എന്നോട് വഴി ഞാൻ പറഞ്ഞുതരാം. ആരോടും പറയല്ലേ. എന്ത് വഴി? ചേട്ടാ, കഴിഞ്ഞ ആഴ്ച 1 കോടി ലോട്ടറി അടിച്ചേക്കുന്നത് ആർക്കാന്നറിയോ? ആർക്കാ? ആ പച്ചക്കറി കടക്കാരനാന്ന്. സത്യമാണ് പറയുന്നേ? ഇന്നല്ലാതെ. പിന്നെ അയാൾ രാവിലെ എന്നെ കണ്ടപ്പോ ഞാൻ കൊടുക്കാനുള്ള പറ്റുവാസിനോട് ചോദിച്ചു. അവന്റെ നമ്പറല്ലേ ഈ ആൾക്കാരൊക്കെ അറിയാതിരിക്കാൻ വേണ്ടി. ഞാനും അവനുമായിട്ട് നല്ല കൂട്ടാ. ചേട്ടന്റെ കൊച്ചിന്റെ കല്യാണത്തിനുള്ള പൈസ ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഉറപ്പാണോ? ഉറപ്പാ. കേട്ടോ, ഒട്ടി നിക്കണം. അവനാണെങ്കിൽ ഈ പൈസ കിട്ടിയതിന് ശേഷം ആരാടെ നാട്ടുകാരൊക്കെ സഹായിക്കണം എന്നും പറഞ്ഞ് നടക്കുക. ആണോ? ഈ പച്ചക്കറി കടയില്ലേ, ഇത് പൊളിച്ചിട്ട് അവന് സൂപ്പർ മാർക്കറ്റ് പണിയാനുള്ള പരിപാടിയാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി ചേട്ടൻ നോക്കി ഇങ്ങോട്ടും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സംഭവം നടക്കും. അപ്പൊ ഞാൻ പോവാം. ഓക്കെ മനുവേ, ഞാൻ തരാനുള്ള പറ്റ് തീർക്കാൻ വേണ്ടി വന്നായിരുന്നു. പൈസ അയച്ചിട്ടുണ്ടേ. ആയിക്കോട്ടെ. കടലെ പറ്റ് തരാൻ താമസിച്ചത് മനഃപൂർവ്വമല്ല. ശരിക്കും പറഞ്ഞാൽ ആരുമില്ല സഹായിക്കാൻ. ഉണ്ടായിരുന്ന ജോലിയും പോയി, മുഴുവൻ കഷ്ടത്തില്ല. അതൊക്കെ പോട്ടെ. പിന്നെ നിനക്ക് ആരൊക്കെ പൈസ തരാനുള്ളേ? ആൾക്കാരുടെ മുഴുവൻ പേരുടെ ലിസ്റ്റ് ഉണ്ടെന്നേ. പൈസ ഞാൻ വാങ്ങിത്തരാം. ഇതാ ലിസ്റ്റ് അല്ലേ? മുഴുവൻ പേരുടെയും പൈസ ഞാൻ വാങ്ങിത്തരാം. ദൈവമേ, ഇവിടെ എന്തോന്നൊക്കെയാ നടക്കുന്നേ? ചേട്ടാ, മറ്റേ ആ പുള്ളിയുടെ പൈസ വല്ലതും കിട്ടുന്നത് അറിയോ? ഏത് പൈസ? ആ പച്ചക്കറി കടക്കാരന്റെ 1 കോടി. ഓ, ആ 1 കോടി. അത് അവന്റെ കടയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് പൈസ കൊടുക്കാത്തവന്മാർക്കിട്ടുള്ള ഒരു പണിയാണ്. ഒരുമാതിരി വൃത്തിയോടെ പറയരുത്. ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതാ. എന്നിട്ടിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞ. അയ്യടാ, വല്ലവന്റെ കാശ് കണ്ടിട്ടാണ് നീ സ്വപ്നം കാണുന്നേ. വല്ല പണിക്കും പോടാ. അല്ല പിന്നെ അറ്റു മേടിച്ചാ കൊടുക്കണം. എടാ, നിനക്ക് കിട്ടാനുള്ള കാശ് മുഴുവൻ കിട്ടിയില്ലേ? എന്റെ പൊന്നെ, നിന്റെ അന്നത്തെ ഇരിപ്പ് കണ്ടപ്പോ ഞാൻ ഓർത്ത് നീ വല്ല ആത്മഹത്യയും ചെയ്യുമായിരിക്കുന്നു. ഇനി ഇതിവിടെ അങ്ങോട്ട് ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും.